Hi friends, welcome back to Zairas Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് ബ്രെയിൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രൈഡ് റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബീഫിൻ്റെ ബ്രെയിനാണ് എടുത്തത്. ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊരു 5 മിനിറ്റ് വെച്ചിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ബ്രെയിനൊക്കെ ഇവിടെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി 2 ഉള്ളിയും 1 തക്കാളിയും 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് നമുക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കറിവേപ്പിലയും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായി വാടി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ച് ബീഫിൻ്റെ ബ്രെയിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം ബീഫ് ബ്രെയിൻ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.